ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർ എക്കണോമിക് ലോട്ട് സൈസ് പ്രോബ്ലം എന്നുള്ളൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. ദ മെയിൻ പ്രോബ്ലം വൈൽ പർച്ചേസിങ് മെറ്റീരിയൽ ഈസ് ഹൗ മച്ച് ടു ബൈ അറ്റ് എ ടൈം. അതായത് ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ആർ പർച്ചേസ്ഡ് ദെൻ ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഇൻവെൻറ്ററി വുഡ് ബി ഹൈ. ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെൻറ്ററി ക്യാരിയിങ് ചെയ്യുന്നതിനുള്ള കോസ്റ്റും കൂടുതലായിരിക്കും. എഗെയിൻസ്റ്റ് ദിസ്, ഇഫ് വി ആർ പർച്ചേസിങ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫ്രീക്വൻ്റ്ലി ഇറ്റ് വിൽ കോസ് ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഓർഡറിങ് കോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് സ്മോൾ ക്വാണ്ടിറ്റീസാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. സോ ദിസ് പ്രോബ്ലം ഗെയിൻസ് അറ്റൻഷൻ ഓഫ് എക്സ്പേർട്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ലോട്ട് സൈസ് എന്ന് നോക്കാം. എക്കണോമിക് ലോട്ട് സൈസ് ഓർ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ഫോർഡ് ഡബ്ല്യു ഹാരിസ് ഇൻ 1913. 1913 ഫോർഡ് ഡബ്ല്യു ഹാരിസ് എന്നുള്ളൊരു വ്യക്തിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ബാലൻസ് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ടു മച്ച് സ്റ്റോക്ക് എഗെയിൻസ്റ്റ് ദാറ്റ് ഓഫ് ഓർഡറിങ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ടു ഫ്രീക്വൻ്റ്ലി. അതായത് ഒരുപാട് സ്റ്റോക്കുകളായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് സ്മോൾ ക്വാണ്ടിറ്റീസിന് ഓർഡർ ചെയ്യുന്നതും ഇടയിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓർഡറിങ് കോസ്റ്റ് ഇൻക്രീസ് ആകാനും പാടില്ല, അതോടൊപ്പം തന്നെ ക്യാരിയിങ് കോസ്റ്റ് ഹൈ ആകാനും പാടില്ല. അതായത് ഒരുപാട് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് ഹൈ ആവും. മറിച്ച് സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറിങ് കോസ്റ്റും ഇൻക്രീസ് ആവും. അപ്പോൾ ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബാലൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻവെൻറ്ററിയെ ഒപ്റ്റിമം ആക്കാൻ വേണ്ടി എപ്പോൾ ഓർഡർ ചെയ്യണം, അതായത് ഏത് സമയത്ത് ഏത് ടൈമിൽ ഇൻവെൻറ്ററി പുനഃസ്ഥാപിക്കാൻ ഓർഡർ നൽകണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഇൻവെൻറ്ററി ഒപ്റ്റിമം ആക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഏത് സമയത്ത് ഏത് ടൈമിലാണ് ഇൻവെൻറ്ററി പുനഃസ്ഥാപിക്കാൻ ഓർഡർ നൽകേണ്ടത് എന്നതും ഇൻവെൻറ്ററി റീപ്ലനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണ് ഓർഡർ നൽകേണ്ടത് എന്നതുമാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാണ്. നോട്ട് ടു ഹൈ ആൻഡ് നോട്ട് ടു ലോ. കൂടുതലാകാനും പാടില്ല, അതുപോലെ തന്നെ കുറവാകാനും പാടില്ല. ഇൻവെൻറ്ററിയുടെ അഭാവം ഉണ്ടാകാൻ പാടില്ല, ഇൻവെൻറ്ററിയുടെ അധികവും ഉണ്ടാകാൻ പാടില്ല. അത് രണ്ടുമില്ലാതെ ഇൻവെൻറ്ററിയെ ഒപ്റ്റിമം ആക്കിയിട്ട് നിലനിർത്തുന്ന ഒരവസ്ഥയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെൻറ്ററിയെ ഒപ്റ്റിമം ആക്കുകയും ഒപ്റ്റിമം ആക്കാൻ വേണ്ടി എപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്, അതായത് നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയും വേണ്ടി വരും. അതുപോലെ തന്നെ ഏത് ടൈമിൽ ഇൻവെൻറ്ററി പുനഃസ്ഥാപിക്കാൻ ഓർഡർ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ദ ഒപ്റ്റിമൽ റിപ്ലനിഷ്മെൻറ്റ് ഓർഡർ സൈസ് ഓർ ലോട്ട് സൈസ് ഓഫ് ഇൻവെൻറ്ററി ഐറ്റം ഓർ ഐറ്റംസ് ദാറ്റ് അച്ചീവ്സ് ദ ഒപ്റ്റിമം ടോട്ടൽ ഓർ വേരിയബിൾ ഇൻവെൻറ്ററി കോസ്റ്റ് ഡ്യൂറിങ് ദ ഗിവൻ പീരിയഡ് ഓഫ് ടൈം. അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ EOQ പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസ് ഇല്ലാത്ത EOQ പ്രോബ്ലംസ് ആണ് ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ മോഡൽ എങ്ങനെ വെച്ചാൽ ഇൻ ദിസ് മോഡൽ ഡിമാൻഡ് ഈസ് അസ്യൂംഡ് ടു ബി ഫിക്സഡ് ആൻഡ് കംപ്ലീറ്റ്ലി പ്രീ ഡിറ്റർമിൻഡ്. ഈ മോഡലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഡിമാൻഡ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഫിക്സഡ് ആണെന്നും കംപ്ലീറ്റ്ലി പ്രീ ഡിറ്റർമിൻഡ് ആണെന്നാണ് ഇതിൻ്റെ ഒരു അസ്യൂമിനേഷൻ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ സെർട്ടനിറ്റി ഓർ ഡിറ്റർമിനിസ്റ്റിക്. ഈ മോഡൽ എന്നുള്ള പൂർണ്ണമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് സെർട്ടനിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദർ ആർ സെർട്ടൻ അസംഷൻസ് ഓൺ വിച്ച് ദ ബേസിക് ഫോർമുല ഓഫ് EOQ ഈസ് ഡെവലപ്ഡ്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ചില സെർട്ടൻ അസംഷൻസ് ഉണ്ട്. ദേ ആർ ഗിവൻ ബിലോ. അത് താഴെ പറയുകയാണ്. ഒന്നെന്ന് പറയുന്നത് ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് യൂണിഫോം ത്രൂ ഔട്ട് ദ പീരിയഡ്. അതായത് ഡിമാൻഡ് എന്നുള്ളത് നേരിട്ട് അറിയാൻ കഴിയുമെന്നതും അറിയുന്നതാണെന്നും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ യൂണിഫോം ആണെന്നാണ് ഇതിൽ ഒരു അസംഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിനോട്ട്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈഡ് പീരിയഡ് ഓഫ് ടൈം.
അതായത് ഡി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ സപ്ലൈഡ് ചെയ്തിട്ടുള്ള നിശ്ചിത പീരീഡ് ഓഫ് ടൈമിൽ സപ്ലൈ ചെയ്തിട്ടുള്ള ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇതിനെയാണ് നമ്മൾ ഡി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡേർഡ് ഇൻ ഈച്ച് റീപ്ലനിഷ്മെൻറ്റ് പീരീഡ്. ഓരോ റീപ്ലനിഷ്മെൻറ്റ് പീരീഡിലും ഓർഡർ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഐറ്റത്തിനെയാണ് നമ്മൾ ക്യൂ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്യൂ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡേർഡ് ഇൻ ഈച്ച് റിപ്ലനിഷ്മെൻറ്റ് പീരീഡ്. പിന്നെ അതുപോലെ തന്നെ ദർ ആർ നോ ഷോർട്ടേജസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. വെൻ ഇൻവെൻറ്ററി ലെവൽ റീച്ചസ് 0 ദ ഇൻവെൻറ്ററി ഈസ് റീപ്ലനിഷ്ഡ്. ഇൻവെൻറ്ററി ലെവൽ 0 എത്തിക്കഴിഞ്ഞാൽ ഇൻവെൻറ്ററി എന്ത് ചെയ്യും? റിപ്ലനിഷ് ചെയ്യും. റിപ്ലനിഷ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? പുനഃസ്ഥാപിക്കുക, വീണ്ടും അത് പുനഃസ്ഥാപിക്കും. അതുപോലെ തന്നെ ലീഡ് ടൈം ഈസ് 0. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വലി റിസീവിങ് ദ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനും ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നതിൻ്റെയും ഇടയിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എന്നുള്ളത് ഇവിടെ എന്താണ്? 0 ആണ്. അതായത് ആക്ച്വലി പ്ലേസ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒരേ സമയത്ത് തന്നെയാണ്. മൂവ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നതും ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതും ഒരേ സമയത്ത് തന്നെയാണ്. അതുകൊണ്ട് ലീഡ് ടൈം ഇല്ല, അവിടെ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം, അതുപോലെ തന്നെ പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സിസ്റ്റംസ് വരുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റവും പിന്നെ ഒന്ന് പീരിയോഡിക് റിവ്യൂ സിസ്റ്റവും. അപ്പോൾ ആദ്യം എന്താണ് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് നോക്കാം. ദ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഈസ് കാൾഡ് ക്യൂ സിസ്റ്റം. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റത്തിന് നമുക്ക് ക്യൂ സിസ്റ്റം എന്ന് പറയാം. അണ്ടർ ദിസ് സിസ്റ്റം എ റീ ഓർഡർ പോയിൻ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. വെൻ ദ സ്റ്റോക്ക് ലെവൽ റീച്ചസ് ദിസ് പോയിൻറ്റ് എ ഫ്രഷ് ഓർഡർ ഓഫ് സപ്ലൈ ഈസ് ഗിവൻ. ഒരു റീ ഓർഡർ പോയിൻ്റ് എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. എപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ റീ ഓർഡർ പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൽ സ്റ്റോക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യും. എ ഫ്രഷ് ഓർഡർ ഓഫ് സപ്ലൈ ഈസ് ഗിവൻ. We shall consider this system under conditions of certainty and extent of probability conditions. അതായത് സെർട്ടനിറ്റി പീരീഡിലും പ്രോബബിലിസ്റ്റിക് കണ്ടീഷൻസിലുമാണ് ഈ സിസ്റ്റംസ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാറ്. ഇൻ സെർട്ടനിറ്റി ദ ഡിമാൻഡ് ആൻഡ് ദ ലീഡ് ടൈം ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. സെർട്ടനിറ്റി പീരീഡിൽ നമുക്ക് ഡിമാൻഡും ലീഡ് ടൈമും തീർച്ചയായിട്ടും അറിയാൻ കഴിയും. പക്ഷേ പ്രോബബിലിസ്റ്റിക് കണ്ടീഷനിൽ ഡിമാൻഡും ലീഡ് ടൈമും അൺസെർട്ടൈൻ ആയിരിക്കും. ആണ് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. എന്താണ് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം എന്ന് നോക്കാം. അണ്ടർ ദിസ് സിസ്റ്റം ഇൻവെൻറ്ററീസ് ആർ റീപ്ലനിഷ്ഡ് അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് നിശ്ചിത ഇൻ്റർവെൽ ആവുന്ന സമയത്ത് റിപ്ലനിഷ് ചെയ്യും. ഇവിടെ മറ്റേതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ ഓർഡർ പീരീഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ റീ ഓർഡർ പീരീഡിൽ ഇൻവെൻറ്ററി റീച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് പുതിയ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നുള്ളൂ. റീ ഓർഡർ പീരീഡിൽ ഇൻവെൻറ്ററി റീച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിശ്ചിത പീരീഡ് ഓഫ് ഇൻ്റർവെല്ലിൽ ഇൻവെൻറ്ററീസിനെ നമ്മൾ റിപ്ലനിഷ് ചെയ്യും. റിപ്ലനിഷ് ചെയ്യുക പറഞ്ഞാൽ പുനഃസ്ഥാപിക്കും. വീണ്ടും ഇൻവെൻറ്ററി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ സൈസ് ഓഫ് ദ ഓർഡർ ഈസ് ഫിക്സഡ് ഇൻ ദ പ്രീവിയസ് സിസ്റ്റം. മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള സിസ്റ്റം പ്രകാരം സൈസ് ഓഫ് ദ ഓർഡർ ഫിക്സ്ഡ് ആയിരിക്കും. ഇൻ ദിസ് സിസ്റ്റം ദ ടൈം ആഫ്റ്റർ വിച്ച് ദ സപ്ലൈസ് ആർ ഓർഡേർഡ് ഈസ് ഫിക്സഡ് ബട്ട് നോട്ട് ദ ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ്. ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് ഫിക്സഡ് അല്ല, പക്ഷേ ടൈം എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇൻ ദിസ് സിസ്റ്റം ടൈം ആഫ്റ്റർ വിച്ച് സപ്ലൈസ് ആർ ഓർഡേർഡ്. സപ്ലൈ ഓർഡർ ചെയ്തതിന് ശേഷമുള്ള ടൈം എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കില്ല. ഇതാണ് ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം. ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീ ഓർഡർ പീരീഡ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ റീ ഓർഡർ പീരീഡിൽ സ്റ്റോക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. പ്രീ ഡിറ്റർമിൻഡ് യൂണിറ്റിൽ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യും. പീരിയോഡിക് റിവ്യൂ സിസ്റ്റത്തിലാണെങ്കിൽ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ റീപ്ലനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇൻവെൻറ്ററീസ് നമ്മൾ റീപ്ലനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ സൈസ് ഓഫ് ദ ഓർഡർ എന്നുള്ളത് പ്രീവിയസ് സിസ്റ്റം പ്രകാരം ഫിക്സഡ് ആണ്. ഇൻ ദിസ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ആഫ്റ്റർ വിച്ച് സപ്ലൈസ് ആർ ഓർഡേർഡ്. സപ്ലൈസ് ഓർഡർ ചെയ്തതിനുള്ള ടൈം എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും, ബട്ട് നോട്ട് ദ ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ്. ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കില്ല. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതിനെ SS സിസ്റ്റം എന്നാണ് പറയുക. ഇനി മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. അതായത് EOQ മോഡലിനെ നമുക്ക് 2 കാറ്റഗറിയൊക്കെ തിരിക്കുന്നുണ്ട്. ഒന്ന് മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും മോഡൽസ് വിത്ത് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്നും പറഞ്ഞിട്ട് 2ആക്കി തിരിക്കുന്നുണ്ട്. മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡൽസ്,
ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡൽസും പ്രോബബിലിസ്റ്റിക് ഡിമാൻഡ് മോഡലും അങ്ങനെ രണ്ടെണ്ണാണ്ട് വരുന്നുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു സ്റ്റാറ്റിക്സ് ഡിമാൻഡ് മോഡൽ, ഡൈനാമിക് ഡിമാൻഡ് മോഡൽസ്. സ്റ്റാറ്റിക് ഡിമാൻഡ് മോഡൽസിനെ മോഡൽസ് വിത്ത് നോ ഷോർട്ടേജ്, മോഡൽസ് വിത്ത് ഷോർട്ടേജ്, റിസോഴ്സ് കൺസ്ട്രെയിൻഡ് മോഡൽസ് എന്നിട്ട് മൂന്നാക്കി നമ്മൾ തിരിക്കുന്നുണ്ട്. ഡൈനാമിക് ഡിമാൻഡ് മോഡൽസ് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ ഡിമാൻഡ് വിത്ത് കോൺസ്റ്റൻറ്റ് ലീഡ് ടൈം മോഡൽ, ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ വിത്ത് വേരിയബിൾ ലീഡ് ടൈം, ഫിക്സഡ് ഇൻ്റർവൽ ഓർഡർ മോഡൽ വിത്ത് വേരിയബിൾ ലീഡ് ടൈം എന്നുള്ളത് നമ്മൾ തിരിക്കുന്നുണ്ട്. അതായത് മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും മോഡൽസ് വിത്ത് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡലും പ്രോബബിലിസ്റ്റിക് ഡിമാൻഡ് മോഡലുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡലിനെ സ്റ്റാറ്റിക്സ് ഡിമാൻഡ് മോഡൽ എന്നും ഡൈനാമിക് ഡിമാൻഡ് മോഡൽസ് എന്നും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിക്സ് ഡിമാൻഡ് മോഡലിനെ മോഡൽസ് വിത്ത് നോ ഷോർട്ടേജ് എന്നും മോഡൽസ് വിത്ത് ഷോർട്ടേജ് എന്നും റിസോഴ്സ് കൺസ്ട്രെയിൻഡ് മോഡൽസ് എന്നും പറയുന്നുണ്ട്. ഡൈനാമിക് ഡിമാൻഡ് മോഡൽസിനെ വേരിയബിൾ ഡിമാൻഡ് വിത്ത് കോൺസ്റ്റൻറ്റ് ലീഡ് ടൈം മോഡൽ, ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി മോഡൽ വിത്ത് വേരിയബിൾ ലീഡ് ടൈം, ഫിക്സഡ് ഇൻ്റർവൽ ഓർഡർ മോഡൽ വിത്ത് വേരിയബിൾ ലീഡ് ടൈം എന്നായിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളതിൽ പഠിക്കാനുള്ളത് ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലം ആണ്. ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലത്തിൽ EOQ പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസ് ഇല്ലാത്ത EOQ പ്രോബ്ലം. ഈ മോഡലിൽ എങ്ങനെ വെച്ചാൽ ഡിമാൻഡ് ഈസ് അസ്യൂംഡ് ടു ബി ഫിക്സഡ് ആൻഡ് കംപ്ലീറ്റ്ലി പ്രീ ഡിറ്റർമിൻഡ്. ഡിമാൻഡ് എന്നുള്ളത് ഫിക്സഡ് ആണെന്നും കംപ്ലീറ്റ്ലി പ്രീ ഡിറ്റർമിൻഡ് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ സെർട്ടനിറ്റി ഓർ ഡിറ്റർമിനിസ്റ്റിക്. ഈ മോഡൽ എന്നുള്ള പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്നത് സെർട്ടനിറ്റിയോ ഡിറ്റർമിനിസ്റ്റിക്കിനെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. There are certain assumptions on which the basic formula of EOQ is developed. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല ഡെവലപ്പ് ചെയ്തതിന് ചില ബേസിക് അസംഷൻസ് ഇതിലുണ്ട്. ആ ബേസിക് അസംഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബേസിക് അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് യൂണിഫോം ത്രൂ ഔട്ട് ദ പീരിയഡ്. ഡിമാൻഡ് എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ മുഴുവനായിട്ട് യൂണിഫോം ആണെന്നുള്ളതാണ് ആദ്യത്തെ ബേസിക് അസംഷൻ. ഡി ഡിനോട്ട്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ സപ്ലൈഡ് പീരിയഡ് ഓഫ് ടൈം. ക്യൂ എന്ന് പറഞ്ഞാൽ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ഓർഡേർഡ് ഇൻ ഈച്ച് റിപ്ലനിഷ്മെൻറ്റ് പീരിയഡ്. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് ദർ ആർ നോ ഷോർട്ടേജസ് വെൻ ഇൻവെൻറ്ററി ലെവൽ റീച്ചസ് ദ സീറോ ദ ഇൻവെൻറ്ററി ഈസ് റീപ്ലനിഷ്ഡ്. ഇൻവെൻറ്ററി ലെവൽ സീറോയിലെത്തുന്ന സമയത്ത് ഇൻവെൻറ്ററി റീപ്ലനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അസ്യൂമിനേഷൻ. ലീഡ് ടൈം ഈസ് സീറോ. ലീഡ് ടൈം എന്നുള്ളത് സീറോ ആണ്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ മൊമെൻറ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വലി റിസീവിങ് ദ ഓർഡർ. ഓർഡർ റിസീവ് ചെയ്യുന്നതിനും ഓർഡർ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പിനാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ലീഡ് ടൈം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അസ്യൂം എന്ന് പറയുന്നത്. ഓർഡേഴ്സ് ആർ റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓർഡേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നു. ഓർഡറിംഗ് കോസ്റ്റ് ആർ സെയിം ഫോർ ആൾ ടൈപ്സ് ഓഫ് ഓർഡർ സൈസ്. ഏതൊരു തരത്തിലുള്ള ഓർഡർ സൈസിനും ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളത് സെയിം ആണ്. സെറ്റപ്പ് കോസ്റ്റ് ആർ കോൺസ്റ്റൻറ്റ്. സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഇതിൽ മറ്റൊരു അസ്യൂം പറയുന്നത്. സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ റീപ്ലനിഷ്മെൻറ്റ് കോസ്റ്റ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ദ റേറ്റ്സ് അറ്റ് വിച്ച് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആർ നോൺ പ്രീവിയസ്ലി. ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്നുള്ളത് പ്രീവിയസ് ആയിട്ട് അറിയാൻ കഴിയും. ദ പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ പ്രൈസ് ഡസ് നോട്ട് വേരി ഇൻ ദ പീരിയഡ് അണ്ടർ കൺസിഡറേഷൻ. പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ പ്രൈസ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഫിക്സഡ് ആയിരിക്കും. അതിലെന്ത് ചെയ്യുന്നില്ല, വേരി ചെയ്യുന്നില്ല എന്നുള്ളതുമാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മളിതിൽ EOQ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബേസിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുപോലെ തന്നെ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റവും അതുപോലെ തന്നെ പീരിയോഡിക് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം തമ്മിൽ എന്താണ് വ്യത്യാസം, രണ്ടും എന്താണെന്നും പിന്നെ മോഡൽസ് വിത്ത് പ്രൈസ് ഡിസ്കൗണ്ട് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്, പിന്നെ EOQ പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. EOQ പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ഇൻവെൻറ്ററി പ്രോബ്ലത്തിൽ EOQ പ്രോബ്ലം വിത്ത് നോ ഷോർട്ടേജസിൻ്റെ അസംഷനാണ് പറഞ്ഞത്. ഷോർട്ടേജസ് ഇല്ലാത്ത EOQ പ്രോബ്ലത്തിൻ്റെ അസംഷൻസ് ആണ് നമ്മളിന്ന് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക.
ഓക്കെ, താങ്ക് യു.